ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ക്ലാസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെരി സോറി. എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും എനിക്ക് വിഷമമുണ്ട്. പക്ഷെ സാരമില്ല, ഇനിയുള്ള 10 ദിവസത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ടെക്നിക്കൽ പോർഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം ബോധേഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു വരി പോലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളെ കുറിച്ചാണ്. ഏറ്റവും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നതും ഈ ഒരു ഭാഗത്ത് നിന്ന് ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡെഫിനിഷൻ വൈസ് കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു ഭാഗങ്ങൾ ഇതാക്കും. 2-3 മാർക്കിനുള്ള ഭാഗങ്ങൾ അതുപോലെ പഠിച്ചു പോവാന്ന് സാരം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയണം. സോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരഡിഗം ആണ്. പാരഡിഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് നമ്മൾ പറയും, നമ്മൾ എന്ത് പറയാറുണ്ട്? നെറ്റ്വർക്ക് ടോപ്പോളജി. ഓർമ്മയുണ്ടോ? നെറ്റ്വർക്ക് ടോപ്പോളജി. അതിനകത്ത് ഈ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ആണ് അല്ലേ? ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ, നെറ്റ്വർക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ പാരഡിഗം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ പ്രോഗ്രാമിംഗ് പാരഡിഗം ഡിനോട്ട് ദ വേ ഇൻ വിച്ച് എ പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പ്രോഗ്രാം. ഇവിടെ നിന്നുള്ള ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ പെട്ടെന്ന് എഴുതിയെടുത്തോട്ടോ, സമയമില്ല. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ എന്താണ്? പാരഡിഗം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരഡിഗം എന്നുള്ളതാണ് ഉത്തരം. പാരഡിഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട് ദ വേ ഇൻ വിച്ച് എ പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പാരഡിഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ്, പ്രോഗ്രാം സ്റ്റൈലിങ്ങിനെ പറയുന്ന പേരെന്താന്ന് ചോദിക്കും. സ്റ്റൈലിംഗ് ഓഫ് എ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റൈലിനെ പറയുന്ന പേര് അതും എന്ത് തന്നെയാണ്? പാരഡിഗം ആണ്. അപ്പൊ പാരഡിഗം എന്ന ആൻസർ ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. വാട്ട് ഇസ് ദ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാലും സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് ചോദിച്ചാലും. ഓക്കെ, ഓർഗനൈസിംഗ് ഒന്നുകൂടെ എഴുതാം. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഒന്നാമത്തെ ചോദ്യമാണ്. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ പാരഡിഗം എന്നുള്ളതാണ് അർത്ഥം, ആൻസർ. പിന്നെ സ്റ്റൈലിംഗ് ഓഫ് പ്രോഗ്രാം, സ്റ്റൈലിംഗ് ഓഫ് പ്രോഗ്രാം എന്ന് ചോദിച്ചാലും രണ്ടിന്റെ ഉത്തരം വരുന്നത് പാരഡിഗം ആണ്. ഇവിടെ തൊട്ടാണ് നമ്മുടെ C++ന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ പാരഡിഗം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഏതൊക്കെ ടൈപ്പ് പാരഡിഗംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1960 മുതൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാരഡിഗംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 1990s വരെ. അപ്പോൾ ഈ പറയുന്ന പാരഡിഗം ആദ്യം അൺസ്ട്രക്ചേർഡ് ആയിരുന്നു, പിന്നെ സ്ട്രക്ചേർഡ് ആയി, പിന്നെ മോഡുലാർ ആയി, പിന്നെ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ആയി, പിന്നെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലേക്ക് വന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡിഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അൺസ്ട്രക്ചേർഡ്. നമ്മളുടെ പഴയ ലാംഗ്വേജസ് ഒക്കെ അവിടെയാണ് വരിക. സ്ട്രക്ചേർഡ്, അതുപോലെ തന്നെ മോഡുലാർ പ്രോഗ്രാമിംഗ് പാരഡിഗം, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് പാരഡിഗം, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. അപ്പൊ 5 പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അൺസ്ട്രക്ചേർഡ്, സ്ട്രക്ചേർഡ്, മോഡുലാർ, പ്രൊസീജിയറൽ, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. ഇനി C++ന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് C++ 2 ടൈപ്പ് പാരഡിഗം ഉപയോഗിക്കുന്നുണ്ട്. പ്രൊസീജിയറൽ പാരഡിഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമ്മളുടെ അൽഗോരിതം, അതായത് ഒരു ഡെഫിനിറ്റ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും, അതിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും ആ ഒരു പാരഡിഗം. ഇനി ഒത്തിരി പ്രോഗ്രാമിന്റെ സൈസ് ഒത്തിരി കൂടുകയാണെന്നുണ്ടെങ്കിൽ, പ്രോഗ്രാം കോഡിന്റെ സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫങ്ഷൻസ് അതുപോലെ തന്നെ മൊഡ്യൂൾസ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ? ഫങ്ഷൻ. നമുക്കറിയാം ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കോഡുകളാണ്. നമുക്ക് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് ആ സമയത്ത് കോൾ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ
വലിയ കോംപ്ലക്സ് പ്രോഗ്രാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ ഫങ്ഷൻസ് ആൻഡ് മൊഡ്യൂൾസ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് വലിയ ലെങ്ത് ഉള്ള കാര്യത്തിനകത്തൊന്നും പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് പാരഡിഗം ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇനീഷ്യേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മളുടെ C++ന്റെ കേസിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ പ്രൊസീജറൽ പാരഡിഗവും രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതാണ്, ചോദിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടെയാണ് കേട്ടോ. സോ പാരഡിഗം എന്താണ്, C++ലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഈ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരിക. ഈ ഡൈനാമിക് ബൈൻഡിങ് എന്നുള്ളത് ജസ്റ്റ് പേര് മാത്രമാണ് കേട്ടോ. മെസ്സേജ് പാസിങ്ങിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിലായിരിക്കും പറയുന്നുണ്ടാവുക. അത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഞാൻ നോക്കിയപ്പോൾ സ്ലൈഡിനകത്ത്, ഞാനിത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്ലൈഡ്സ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് മെസ്സേജ് പാസിങ് എഴുതിയിട്ടില്ല. സോ അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. വട്ടവർ നമുക്കിപ്പോൾ ഉള്ളത് നോക്കാം. സോ ഈ എഴുതി വെച്ചേക്കുന്ന സ്ക്രീനിൽ ഈ ഒരു സ്ലൈഡ് കഴിയുമ്പം, ഈ ഒരു ക്ലാസ് കഴിയുമ്പം നിങ്ങൾ ഇത്രയും പറഞ്ഞിരുന്നു. എത്ര എണ്ണം ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6 7 കൂട്ട. ഇതിന്റെ തന്നെ ബാക്കിയാണ്. ഇത് അടുത്ത ക്ലാസ്സിലാണ് പറയാ. സോ ഇത്രയും ഭാഗങ്ങള് പക്ക പെർഫെക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ പഠിച്ചോണം. കാരണം ഡെഫിനിഷൻ വൈസ് ആണ് ഊപ്സിന്ന് ചോദ്യങ്ങൾ വരത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTechോ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ല. അപ്പൊ വലിയ ലെവലിൽ പോയി പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് DCA ലെവല് പഠിക്കുന്ന ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, സോ നോക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഒബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ഒബ്ജക്റ്റ് ഇസ് ആൻ ഐഡന്റിഫയബിൾ എൻറ്റിറ്റി. നമ്മൾ DBMSന്റെ ക്ലാസ്സുകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒബ്ജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ. സോ എൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് പ്രോപ്പർട്ടിയും ബിഹേവിയറും ഉള്ള ഒരു വേരിയബിൾ ഓർ സംതിങ്ങിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ an object is an identifiable entity which has a state and a behavior. ഒരു പ്രോപ്പർട്ടി, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു കണ്ടന്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു എലമെന്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ആണ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഊപ്സ് എന്ന് പറയുന്നത്. ഇതും ചോദ്യമാണ്. വാട്ട് ഇസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഊപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊപ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. സോ വാട്ട് ഇസ് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഐഡന്റിഫയബിൾ എൻറ്റിറ്റി. ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു എലമെന്റ് ആണ് വിച്ച് ഹാവ് എ സ്റ്റേബിൾ സ്റ്റേറ്റ്, ബിഹേവിയർ, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു എലമെന്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്, ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ബസ്, കാറ്, ലോറി, പിന്നെന്താണ് ജീപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഇതൊക്കെ മൊത്തത്തിൽ നമ്മൾ എന്താ പറയാ, വെഹിക്കിൾ ആണ് അല്ലെ. അപ്പൊ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ക്ലാസ് ആയിട്ട് എടുക്കാം. ബസ്, കാറ്, ലോറി, ജീപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. മനസ്സിലായോ? ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നോക്കിയേ. ഫ്രൂട്ട് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയുണ്ട് പറഞ്ഞേ? ആപ്പിൾ ഉണ്ട്, പിന്നെന്താണ്, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. കണ്ടോ? അപ്പോ ഈ ഗ്രേപ്സിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഓറഞ്ചിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ആപ്പിളിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്താ പറയുന്നത്? ഫ്രൂട്ട് എന്നാ പറയുന്നത്. അപ്പൊ അതേപോലെ വ്യക്തമായിട്ടുള്ള പ്രോപ്പർട്ടിയും ബിഹേവിയറും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉള്ള ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേബിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ എലമെന്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുക. അത്തരത്തിലുള്ള ഒബ്ജക്റ്റിന്റെ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നോക്കിയേ, ക്ലാസ്സസ് അണ്ടർ user defined data type ആണ് that has data member and data function. അതായത് ഇതിൽ നിങ്ങൾക്ക് സംശയം വരാം. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലാസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ്. അതിന് ഡാറ്റ മെമ്പറും ഉണ്ട്,
ഡാറ്റ ഫംഗ്ഷനും ഉണ്ട്. സോ ഡാറ്റ മെമ്പർ എന്ന് പറയുന്നത് ആരാന്ന് പഠിച്ചു വെക്കണം. ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ വേരിയബിൾ എന്നാണ് അർത്ഥം. മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മെമ്പർ ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസിനെയാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയുക. വേരിയബിൾസിനെയാണ് നമ്മൾ ഡേറ്റ മെമ്പർ എന്ന് പറയുക ക്ലാസ്സിനകത്ത് കേട്ടോ. ഈ രണ്ട് ടേമുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അത്രയും നോക്കേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? DBMSന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻസ് ഒക്കെ കണ്ടതാണ്. ഇവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് C++നകത്ത് അബ്സ്ട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കൂടുതലും നമ്മൾ എൻകാപ്സുലേഷൻ ആണ് അടുത്തത് പഠിക്കാൻ പോകുന്ന ടൈമാണ് ഉപയോഗിക്കുക. സോ അബ്സ്ട്രാക്ഷൻ മീൻസ് എന്താണ്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ മീൻസ് ഹൈഡിങ് ഡാറ്റ എന്നുള്ളതാണ് അർത്ഥം അല്ലെ. അതായത് യൂസറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നില്ല, ഓൺലി റെലവന്റ് ഡാറ്റാസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന, ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്ന ഭാഗമാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാർ മേടിച്ചു. ഒരു കാർ മേടിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയണം. അല്ലാതെ നമ്മൾ അതിനകത്ത് നടക്കുന്ന തെർമിയോണിക് എമിഷനോ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സോ അറിഞ്ഞാലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂന്നില്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം യൂസറിന് കൊടുക്കുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് ഓർക്കുക. ഈ സെന്റൻസ് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ വിതൗട്ട് ഇൻക്ലൂഡിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസോ എക്സ്പ്ലനേഷനോ അതൊന്നും യൂസറിന് കൊടുക്കാതെ ആവശ്യമുള്ളത് മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ ദ വേ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ തരുവാണ്. ഓക്കെ, അതിന്റെ പേര് ഫോം 1 എന്നാണ്. അതിനകത്ത് നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപയോഗിക്കുന്ന യൂസറാണ് നിങ്ങൾ. അപ്പൊ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആയിരിക്കാം, ഇതിന്റെ ലെറ്റർ കളർ ബ്ലാക്ക് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇത് എഴുതുന്ന ആളെന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം അല്ലെ. ടെക്സ്റ്റ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോഡൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല, അത് അൺവാണ്ടഡ് കണ്ടന്റ് ആണ് അല്ലെ. അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കാം. ഓക്കെ, നിരവധി സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഉണ്ട്, അത് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് കൊളാക്കുന്നില്ല. ഓർത്ത് വെക്കുക, യൂസറിന് ആവശ്യമായിട്ടുള്ള റെലവന്റ് കാര്യങ്ങളെ മാത്രം ഡിസ്പ്ലേ ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പ്ലനേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, ഇറ്റ് ഹൈഡ് ദ വേ ഇൻ വിച്ച് ഡാറ്റ സ്റ്റോർഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഇൻ ദ മെമ്മറി ഫ്രം ദ യൂസർ. അതായത് നമ്മളിപ്പോൾ ഒരു ഫയൽ സേവ് ചെയ്യാണ്. ഞാനിപ്പോൾ 1 എന്ന് പറയുന്ന ഒരു സേവ് ചെയ്യുന്ന ഒരു ഫയല് D ഡ്രൈവിലാണ് സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് സേവ് ചെയ്തേക്കണേ അല്ലെങ്കിൽ എത്തരത്തിലുള്ള ട്രാക്കിലേക്കാണ് അത് സേവ് ചെയ്തേക്കണേന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം ഞാൻ എടുത്തു നോക്കുമ്പം ആ ഫയൽ D ഡ്രൈവിൽ ഉണ്ടായാൽ മതി. അല്ലാതെ ഇത് എങ്ങനെ ഇരിക്കുന്നു, എങ്ങോട്ട് മാറ്റുന്നു എന്നൊന്നും നമുക്ക് അറിയേണ്ടതായിട്ടില്ല അല്ലെ. അതാണ് പറഞ്ഞേക്കുന്നത്. സോ റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം യൂസറിന് പ്രൊവൈഡ് ആക്കുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡാറ്റ എൻകാപ്സുലേഷൻ. ഡാറ്റ എൻകാപ്സുലേഷൻ ആക്ച്വലി അബ്സ്ട്രാക്ഷന്റെ ഒരു ഭാഗം തന്നെയാണ്. അബ്സ്ട്രാക്ഷൻ എന്താ ചെയ്യണേ? അതായത് ഡാറ്റ ഹൈഡിങ് ആണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡാറ്റേനെ ബണ്ടിലിങ് ചെയ്യുവാണ്. ഓക്കെ, ഡാറ്റേനെ ബണ്ടിൽ ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ ക്യാപ്സ്യൂൾ ഓർ മൊഡ്യൂൾ ആക്കി മാറ്റുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. സോ റാപ്പിംഗ് ഡാറ്റ as well as function to manipulate data into a single മൊഡ്യൂൾ ഓർ ക്യാപ്സ്യൂൾ. അതായത് നമ്മുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഇവിടെ പല ഡാറ്റാസ് എന്ത് ചെയ്തേക്കാണ്, ചെതറിക്കിടപ്പുണ്ട് അല്ലെ. അപ്പൊ ഇതിനെല്ലാം കൂടെ ഇതിനകത്ത് ഈ ഒരു കൊട്ടയ്ക്കകത്ത് എടുത്തു വെക്കുന്നു. ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ഡാറ്റേനെ അതിന്റെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസിനെയും എന്ത് ചെയ്യാണ്, ബണ്ടിൽ ചെയ്തേക്കാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു തുണിക്കട നടത്തുകയാണ്. അപ്പൊ ആ തുണിക്കടയുടെ ടെക്സ്റ്റൈലിന്റെ സെയിൽസ് ഉണ്ടായിരിക്കും അല്ലെ. സെയിൽസ് നോക്കുന്നവരുണ്ടായിരിക്കും, ഫിനാൻസ് കാര്യങ്ങൾ നോക്കുന്നവരുണ്ടായിരിക്കും,
പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കുന്നവരുണ്ടായിരിക്കും. 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഇവരുടെ കയ്യിലും കുറെ പേപ്പേഴ്സ്, ഇൻവോയ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. സെയിൽസുകാരുടെ അടുത്തുണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻസുകാരുടെ അടുത്തുണ്ടാവും. അപ്പോൾ പ്രൊഡക്ഷനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് എ എന്നായിരുന്നു വിചാരിക്കാം. സെയിൽസിനകത്ത് ഉപയോഗിക്കുന്നത് ബി ആണെന്ന് വെക്കാം. ഫൈനാൻസിനകത്ത് ഉപയോഗിക്കുന്നത് സി ആണെന്ന് വെക്കാം. അപ്പൊ 3 സോഫ്റ്റ്വെയർസും ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷനിലുള്ള ആളുകൾക്ക് ഈ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുക, അല്ലെ? പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുക. സെയിൽസിനകത്തുള്ളവർക്ക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുക. ഫിനാൻസുകാർക്ക് അവരുടെ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ ഉള്ള ഒരാൾക്ക്, ഇവിടെ അനു എന്ന് പറയുന്ന ഒരാളുണ്ട് ഫിനാൻസിൽ എന്ന് വെക്കാം. അയാൾക്ക് എന്തെങ്കിലും ഒരു ഓഡിറ്റിന്റെ ഭാഗമായിട്ട് നേരെ കയറി വന്ന് ഫിനാൻസിൽ ഇവിടുത്തെ ഒരു ഫയൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇയാൾ ഇവിടുത്തെ ആളല്ല, അല്ലെ? അനു എന്ന് പറയുന്നത് ഫിനാൻസിലെ ആളാണ്, സെയിൽസിലെ ആളല്ല. അപ്പോൾ അനുവിന് ഇവിടുന്ന് ഒരു ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സെയിൽസിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്ത് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തില് ഇവിടെയുള്ള ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസിനെയും കൂടെ ബണ്ടിൽ ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ് ഫിനാൻസ് സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റം, സെയിൽസ് സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് കയറി എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതേ രീതിയിൽ ഡാറ്റയെയും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻസിനെയും എന്ത് ചെയ്യാണ്? ബണ്ടിൽ ചെയ്ത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്ന രീതിയാണ് എൻകാപ്സുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓർക്കുക. Wrapping data as well as function to manipulate data into a single module or bundling data എന്നുള്ളതും കൂടെ ഓർക്കുക കേട്ടോ. Bundling data and its functions, ഇതിനെ ഒരൊറ്റ ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, ക്ലിയർ? അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി ഇത്തരത്തിൽ നമ്മൾ ഡാറ്റ എൻകാപ്സുലേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെ ഡാറ്റ ഹൈഡിങ്ങിനും കാരണമാകുന്നു. സോ ഡാറ്റ എൻകാപ്സുലേഷൻ ലീഡ് ടു ഡാറ്റ ഹൈഡിങ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡാറ്റ എൻകാപ്സുലേഷൻ ലീഡ് ടു ഡാറ്റ ഹൈഡിങ്. എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞു ഫിനാൻസ്, പ്രൊഡക്ഷൻ, സെയിൽ എന്ന് പറഞ്ഞു. ഫിനാൻസിലുള്ള ഒരാൾക്ക് പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. സോ ഇയാൾക്ക് റെലവെന്റ് അല്ലാത്തത് കൊണ്ട് അത് ഹൈഡ് ആയിപ്പോയി. മനസ്സിലായോ? സോ ഡാറ്റ എൻകാപ്സുലേഷൻ ലീഡ് ടു ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡാറ്റ ഹൈഡിങ് എന്നുള്ള ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കണം. അപ്പൊ ഡാറ്റ എൻകാപ്സുലേഷൻ ലീഡ് ടു ഡാറ്റ ഹൈഡിങ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, മോഡുലാരിറ്റി. മോഡുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റുന്നതിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയാ. നമ്മൾ വേർഡിൽ മാസ്റ്റർ ഡോക്യുമെന്റ് അതുപോലെ തന്നെ സബ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു അല്ലെ. വലിയൊരു ഡോക്യുമെന്റിനെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയതിനെയാണ് സബ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പോലെ തന്നെ വലിയൊരു പ്രോഗ്രാമിനെ അതിന്റെ യൂസേജിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുന്നതിനെയാണ് മോഡുലാരിറ്റി എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകളോ ഒക്കെ കിട്ടും അല്ലെ. അതേ രീതിയിൽ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിൽ ക്ലാസ്സുകൾക്ക്, ക്ലാസ് എന്ന് പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് മറ്റേതെങ്കിലും ക്ലാസ്സുകളുടെ ഒരു ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി കിട്ടുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് OOPS ദാറ്റ് അലോ ക്ലാസ് ടു ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി ആൻഡ് ബിഹേവിയർ ബിറ്റ്വീൻ ക്ലാസ്. ഡിഫറെന്റ്, ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാവും, ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഈ ക്ലാസ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. മക്കൾക്ക് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ കഴിവുകൾ കിട്ടുന്നത് പോലെ നമ്മൾ ഡിഫറെന്റ് ക്ലാസ്സുകൾക്ക്, ബിറ്റ്വീൻ ക്ലാസ്സുകൾക്ക് അതിന്റെ ബിഹേവിയറോ പ്രോപ്പർട്ടീസോ ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയുന്ന കഴിവിനെയാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഹെറിറ്റൻസിന് ഒരു പ്രത്യേക ക്ലാസ് തന്നെ ഉണ്ട്, ലെങ്ത് കൂടുന്നത് കൊണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഇൻഹെറിറ്റൻസ് ദാറ്റ് ഇസ് ഡീറ്റെയിലിംഗിൽ വരുന്ന സമയത്ത് ദ ക്ലാസ് ദാറ്റ് ഇസ് ഇൻഹെറിറ്റഡ് ഫ്രം ഇസ് കോൾഡ് ബേസ് ക്ലാസ് ഓർ പാരന്റ് ക്ലാസ്. അതായത് ഏത് ക്ലാസ്സിൽ നിന്നാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് ബി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബി എന്ന് പറഞ്ഞ ആള് എയുടെ പ്രോപ്പർട്ടി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എ ആരാണെന്ന് പറയാം, എ ബിയുടെ ആരാണെന്ന് പറയാം, പാരന്റ് ക്ലാസ് ആണെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എ ബിയുടെ എന്താണ്
ബേസ് ക്ലാസ് ആണെന്ന് പറയാം. ഏതിൽ നിന്നാണോ ഒരു ക്ലാസ് ഏത് ക്ലാസ്സിൽ നിന്നാണോ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റൽ ക്ലാസ് എന്നാണ് പറയുക. ഇനി ഏതാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ബി ആണ് ഇവിടെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അല്ലെ, ഏത് ക്ലാസ് ആണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയണം. അപ്പോൾ ഏതിൽ നിന്നാണോ സ്വഭാവങ്ങൾ നമ്മൾ എടുക്കുന്നത് അതിനെ പാരന്റ് ക്ലാസ്, അതുപോലെ തന്നെ എന്താണ് ബേസ് ക്ലാസ് എന്ന് പറയാം. എന്താണോ അങ്ങനെ സ്വഭാവം എടുക്കുന്നത്, ഏത് ക്ലാസ് ആണോ അങ്ങനെ എടുക്കുന്നത് അതിനെ നമുക്ക് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഡിഫറെന്റ് ഫോംസ്. അതായത് നമ്മളുടെ ലൈഫിലെ റോൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഇതൊരു കുട്ടിയാണെന്ന് വെക്കാം, എ എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് വെക്കാം. ഇയാൾക്ക് സോഷ്യലി പല റോളുകൾ ഉണ്ടായിരിക്കും. അതായത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡോട്ടറിന്റെ ജോലി, മകളാണ് അല്ലെ, ആ ഒരു ഫോമുണ്ട്, അത്തരത്തിലുള്ള ഒരു ഫോമുണ്ട്. പിന്നെന്താണ് വൈഫ്, അങ്ങനെ ഒരു റോൾ ഉണ്ടായിരിക്കാം. ഇനി എന്താണ് ഡോട്ടർ ഇൻ ലോ, വേറൊരു വീട്ടിലാണെങ്കിൽ ഡോട്ടർ ഇൻ ലോ ആണ് അല്ലേ. പിന്നെന്താണ് ഡോക്ടർ വൈഫായി പിന്നെന്താണ് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് റോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ലൈഫിൽ ഇത്രയും റോളുകൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ ഒരേ ഒരു ഒബ്ജക്റ്റ് തന്നെ, ഒരേ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ, അത് ഡിഫറെന്റ് ഫോംസ് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിനെയാണ് പോളിമോർഫിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോളിമോർഫിസം ഞാൻ ഇപ്പൊ കുറച്ച് പറയുന്നത്, ഇതിനെയും വേറെ ക്ലാസ്സസ് ഉണ്ട്, ലെങ്ത് കൂടുന്നതുകൊണ്ട് 2 ക്ലാസ് ആക്കിയതാണ്. സോ ഇനി ഇവിടെ നിന്നുള്ളൊരു ചോദ്യങ്ങൾ പറഞ്ഞു തരാം. വാട്ട് ആർ ദ 4 pillars ഓഫ് ഊബ്സ് എന്ന് ചോദിക്കും. 4 pillars ഓഫ് ഊബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് എൻകാപ്സുലേഷൻ, പിന്നെ വരുന്നത് ഇൻഹെറിറ്റൻസ്, പിന്നെ വരുന്നത് അബ്സ്ട്രാക്ഷൻ, പിന്നെ നല്ല ഓർഡർ ഒന്നുമില്ല, ഈ 4 പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ പോളിമോർഫിസം. ഓക്കെ, അപ്പോൾ what are the 4 pillars of oops? ഊബ്സിന്റെ പ്രധാന 4 തൂണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെക്കണം. എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം. ക്ലിയർ? അപ്പോൾ ഇതിന്റെ ബാക്കി ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോറി ഫോർ ദ ഡിലേ. നമ്മൾ 3 ക്ലാസ്സിനുള്ളിൽ ഊബ്സിന്റെ ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ആക്കും കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.